നമ്മളിവിടെ പുളിങ്കുരു കൊണ്ട് ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. പുളിങ്കുരു വറുത്ത് അതിൻ്റെ തോട് കളഞ്ഞ് പൊടിച്ചത് 1 കപ്പ്, അവിൽ വറുത്ത് പൊടിച്ചത് 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, 1 കപ്പ് ശർക്കര ഉരുക്കി അത് യോജിപ്പിക്കുന്നതിന് വേണ്ടി അത് കുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഏലക്ക പൊടിച്ചിട്ടതിന് ശേഷം ഒരു നുള്ള് ഉപ്പ്, നമുക്ക് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിക്കാം നമുക്ക്. തേങ്ങ ചിരകിയിട്ടിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഈ പുളിങ്കുരു വറുത്ത് പൊടിച്ച പൊടി നമുക്ക് ചേർത്ത് ഇളക്കാം. ഒപ്പം തന്നെ അവിൽ വറുത്ത് പൊടിച്ച പൊടിയും നമുക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം കൂട്ടി യോജിപ്പിക്കുക, ഇളക്കുക. ഈ പാകമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെറു ചൂടിൽ തന്നെ അത് ഉരുളയായി പിടിച്ച് വെക്കണം. എല്ലാം നമുക്കിങ്ങനെ ചെറിയ ഉരുളകളാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം, പുളിങ്കുരു കൊണ്ടുള്ള 4 മണി പലഹാരം റെഡി.